അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ സായം സന്ധ്യയുടെ നന്മയിലേക്ക് ഏറെ സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ ധ്യാനിക്കുന്ന തിരുവചന ഭാഗം നാഹും പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനമാണ്. ആ വചനം ഇങ്ങനെയാണ്: വിനാശകൻ നിനക്കെതിരെ വരുന്നു, കോട്ടകളിൽ പ്രതിരോധമേർപ്പെടുത്തുക, വഴികളിൽ കാവൽ നിർത്തുക, നീ അരമുറുക്കുക, സർവശക്തിയും സംഭരിക്കുക. വിനാശകൻ നിനക്കെതിരെ വരുന്നു. ആരാണ് ഈ വിനാശകൻ? നാശം വിതയ്ക്കുന്നവനാണ് വിനാശകൻ. ഈ വിനാശകനെക്കുറിച്ച് ബൈബിൾ ആദ്യാവസാനം സൂചനകളുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം ഇങ്ങനെ പറയുന്നു: കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും വേണ്ടിയാണ്. വിനാശകൻ നശിപ്പിക്കുന്നവനാണ്. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലെ കള്ളൻ ഈ വിനാശകൻ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ വിനാശകൻ തിന്മയാണ്, പിശാചാണ്. സൂക്ഷ്മതയോടെ പ്രവാചകൻ പറയുകയാണ്:
വിനാശകൻ വരുന്നത് നിനക്കെതിരെയാണ്. നിനക്കെതിരെ തിന്മ വരുന്നെങ്കിൽ, പിശാച് ആക്രമിക്കാൻ വരുന്നെങ്കിൽ മുൻകരുതലുകൾ എടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറയുക. ഒന്നാമത്തെ കാര്യം, കോട്ടകളിൽ കാവലേർപ്പെടുത്തുക. നിന്റെ കോട്ടകൾ ഏതൊക്കെയാണ്? അതുതന്നെയാണ് ആവർത്തിച്ചു വരുന്ന തൊട്ടടുത്ത ഭാഗവും. നിന്റെ വഴികളിൽ കാവൽ നിർത്തുക. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കുമുള്ള കോട്ടകൾ 5 കോട്ടകളാണ്. ഈ 5 കോട്ടകളാണ് പഞ്ചേന്ദ്രിയങ്ങൾ. ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ അല്ലാതെ തിന്മയ്ക്ക്, പിശാചിന് ഒരു വ്യക്തിയിൽ പ്രവേശിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ വളരെ കൃത്യതയോടെ ഓർമ്മപ്പെടുത്തുന്നത്, കോട്ടകളിൽ പ്രതിരോധം ഏർപ്പെടുത്തണം, നിന്റെ വഴികളിൽ കാവൽ നിർത്തണം. നമുക്കുള്ള വഴികളും 5 വഴികളാണ്. പഞ്ചേന്ദ്രിയങ്ങളായ വഴികളിലൂടെ മാത്രമേ പിശാചിന് ഉള്ളിൽ പ്രവേശിക്കാനായിട്ട് സാധ്യമാവുകയുള്ളൂ. അതുതന്നെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൽ ഹവ്വയെ പ്രലോഭിപ്പിച്ച് തിന്മ ചെയ്യിക്കാനായിട്ട് പ്രേരിപ്പിക്കുമ്പോൾ വചനം ഇങ്ങനെ പറയുന്നു, ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യകരവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയും എന്നതിനാൽ അഭികാമ്യമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു നിന്നു, ഭർത്താവിനും കൊടുത്തു. ഇവിടെയും പഞ്ചേന്ദ്രിയങ്ങളുടെ സൂചനയാണ്. നമ്മുടെ മാതാപിതാക്കൾ നന്നേ ചെറുപ്പത്തിൽ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ചില സത്യങ്ങളിലൊന്ന് ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ ശ്രദ്ധയായിരുന്നു. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു തരുമായിരുന്നു, നീ എന്തിനാ അത് കാണാൻ പോയത്? നീ എന്തിനാ അത് കേൾക്കാൻ നിന്നത്? നീ എന്തിനാ അവിടെ പോയി നിന്നത്? ചിലത് കാണാൻ പാടില്ല, ചിലത് കേൾക്കാൻ പാടില്ല, ചില സാഹചര്യങ്ങൾ നിൽക്കാൻ പാടില്ല എന്ന് എന്തുകൊണ്ട് പഠിപ്പിക്കുന്നു എന്ന് അന്ന് മനസ്സിലായില്ല. പിന്നീട് അത് മനസ്സിലായി. ഞാൻ ഓർമ്മിക്കുന്നു, എൻ്റെ ജ്യേഷ്ഠനും ഞാനും ഒരുമിച്ചാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ജ്യേഷ്ഠൻ്റെ ഇടയ്ക്ക് കുസൃതി കാണിക്കും, കൂട്ടുകാരനുമായിട്ട് വഴക്കുണ്ടാക്കും. സ്ഥിരം വഴക്കുണ്ടാക്കുന്നൊരു കൂട്ടുകാരനുണ്ട്. ഈ വഴക്കുണ്ടാക്കുന്നത് എനിക്കിഷ്ടമാണ്. കാരണം വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞിട്ട് ചേട്ടന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അവസാനമായി ഈ വഴക്കുണ്ടാക്കുന്ന ഞാൻ ശ്രദ്ധിച്ചു. വഴക്കുണ്ടാകുന്നത് വരെ ഞാൻ ശ്രദ്ധിച്ചു. കാരണം മുൻപിൽ വാക്കുതർക്കത്തോടു കൂടിയാണ് വഴക്ക് ആരംഭിക്കുക. അപ്പോൾ വാക്കുതർക്കം തുടങ്ങിയാൽ വഴക്കാകും എന്ന് ഉദ്ദേശിച്ച് ഞാൻ മുമ്പ് വന്ന് അമ്മയോട് പറഞ്ഞു, ജ്യേഷ്ഠൻ ഇന്ന് വഴക്കായിരുന്നു. പക്ഷേ അന്ന് വഴക്കായില്ല, വാക്കുതർക്കം കൊണ്ട് നിന്ന് പോയതുകൊണ്ട് അടി എനിക്കിട്ട് കിട്ടി. ഈ പ്രാവശ്യം വഴക്കായി എന്ന് ഞാൻ ഉറപ്പുവരുത്തി. എന്നിട്ട് ഞാൻ അമ്മയോട് വന്ന് പറഞ്ഞു, ചേട്ടൻ ഇന്ന് ഭയങ്കര വഴക്കായിരുന്നു. അമ്മ ജ്യേഷ്ഠൻ വരുന്നത് കാത്തു നിന്നു. ചേട്ടൻ വന്നതോടെ അമ്മ ജ്യേഷ്ഠനോട് ചോദിച്ചു, നീ ഇന്ന് വഴക്കുണ്ടാക്കിയോ? ചേട്ടൻ പറഞ്ഞു, വഴക്കുണ്ടാക്കി. എന്തിനാണ് വഴക്കുണ്ടാക്കിയത്? ചേട്ടൻ പറഞ്ഞു, അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ, ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ, എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ, ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ. ഈ വഴക്കിൻ്റെ അനാട്ടമിയും ഫിസിയോളജിയും കെമിസ്ട്രിയും മൊത്തം പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് അമ്മ 2 അടി കൊടുത്തു ചേട്ടനിട്ട്. അടി കൊണ്ട് ചേട്ടൻ കരഞ്ഞുകൊണ്ട് കയറിപ്പോയി. എനിക്ക് സന്തോഷമായി, പക്ഷേ ഞാൻ ചിരിച്ചില്ല. ഞാൻ ഇങ്ങനെ ഗൗരവത്തിൽ നിന്നു. അമ്മ എന്നോട് പറഞ്ഞു, ഇവിടെ വാടാ. ഞാൻ ചോദിച്ചു, ഞാനോ? അതെ, നീ ഇവിടെ വാ. ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. 2 അടി അമ്മ എനിക്കിട്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തില്ല, ഞാനവിടെ ചുമ്മാ നോക്കി നിന്നതേ ഉള്ളൂ, വെറുതെ നോക്കി നിന്നതേ ഉള്ളൂ. അമ്മ പറഞ്ഞു, ആഹാ, നീ നോക്കി നിന്നല്ലേ, 2 അടി കൂടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്ന് ഞാൻ നല്ലോണം കരഞ്ഞു. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, വഴക്കുണ്ടാക്കിയ ജ്യേഷ്ഠന് 2 അടി, വെറുതെ കണ്ടു നിന്ന് എനിക്ക് 4 അടി. ഇതിൻ്റെ പിന്നിലെ ധാർമ്മിക ശാസ്ത്രം എന്താണെന്ന് അന്ന് എനിക്കൊരെത്തും പിടിയും കിട്ടിയില്ല. പിന്നീട് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്കത് മനസ്സിലാകുന്നു. ചില വഴക്കുകളേക്കാൾ അപകടകാരിയാണ് ചിലത് കണ്ടു നിൽക്കുന്നത്. തിന്മയുടെ ചില പ്രവൃത്തികളേക്കാൾ ഗൗരവമേറിയതാണ് ചില തിന്മയെക്കുറിച്ചുള്ള കേൾവി. അതുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ശ്രദ്ധിക്കുക വളരെ ഗൗരവമായൊരു കാര്യമാണ്. ഞാൻ ഓർമ്മിക്കുന്നു, 9ാം ക്ലാസ് പഠിക്കുന്ന കാലഘട്ടത്തിൽ, അന്നൊരു 14 വയസ്സ്, കൂടെ പഠിക്കുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തു എന്നറിഞ്ഞു. അപ്പച്ചനോട് ചോദിച്ചു, ഇതാ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരി പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുന്നു, ഞങ്ങളൊന്ന് കാണാൻ പൊക്കോട്ടെ.
അപ്പച്ച സമ്മതിച്ചില്ല. അപ്പച്ച പറഞ്ഞു, വീട്ടിൽ കയറിയിരിക്ക്. ഞങ്ങളൊന്നും മിണ്ടിയില്ല. സങ്കടത്തോടെ ഞങ്ങൾ വീട്ടിൽ കയറിയിരുന്നു. എന്നിട്ട് ഇങ്ങനെ പരിതാപവും പഴിയും കരച്ചിലുമായി. വിടുന്നില്ല, സഹപാഠി മരിച്ചിട്ടും കാണാൻ വിടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ സങ്കടം പറഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞ്, എന്താന്ന് വെച്ചാൽ ചെയ്യ്, അത് അനുവാദത്തിൻ്റെ അടയാളമാണ്. ഞങ്ങൾ കാണാൻ പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരിച്ചു ചിന്തിക്കുകയാണ്. അന്ന് അപ്പച്ചൻ്റെ തീരുമാനമായിരുന്നു ശരിയായ തീരുമാനം എന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം 14 വയസ്സുള്ളൊരു പെൺകുട്ടി വീടിൻ്റെ മുമ്പിൽ ഒരു പുളിമരത്തിൽ സാരിത്തലപ്പയിൽ പിടഞ്ഞു മരിച്ചു കിടക്കുന്നത് കാണാൻ നല്ലതല്ല. അതൊരു ഭയാനകമായ കാഴ്ചയാണ്. ആ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ ആ കാഴ്ച ഇന്നും എത്രയോ വർഷം കഴിഞ്ഞിട്ടും മനസ്സിൽ നിന്നും മാറുന്നില്ല. അത് മനസ്സിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു റോഡപകടം കാണാനിട വന്നു. 2 ചുരിദാർ വേഷം ധരിച്ച സഹോദരിമാർ റോഡിൽ ചതഞ്ഞരഞ്ഞ് മരിച്ചു കിടക്കുന്നത് കാണാനിട വന്നു. ആ കാഴ്ച 13 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട കാഴ്ച ഇന്നും എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പാടില്ലാത്തത് ഡിലീറ്റ് ചെയ്ത് കളയാൻ നമുക്ക് സാധ്യതയൊന്നുമില്ല. അതേസമയം നമ്മുടെ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ പാടില്ലാത്ത എന്തെങ്കിലും കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കാം. ഓപ്ഷനുണ്ട്, ഡിലീറ്റ് ഓപ്ഷനുണ്ട്. നമ്മുടെ ബോധമണ്ഡലങ്ങളിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങളെ ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് നമുക്ക് ഓപ്ഷനില്ല. അതുകൊണ്ടാണ് വചനത്തെ ആഴത്തിൽ നമ്മൾ ധ്യാനിക്കേണ്ടത്. വിനാശകൻ നിനക്കെതിരെ വരുന്നു, കോട്ടകളിൽ പ്രതിരോധം ഏർപ്പെടുത്തണം, വഴികളിൽ കാവൽ നിൽക്കണം. അതുകൊണ്ട് 2 കണ്ണെനിക്കുണ്ട്. അതെൻ്റെ ഒരു കോട്ടയാണ്, അതെൻ്റെ ഒരു വഴിയാണ്. തിന്മയ്ക്ക് ഉള്ളിലേക്ക് കടന്നു വരാനുള്ള ഒരു വഴി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ശുദ്ധീകരിക്കണം. ഇവിടെ കൃപയുടെ കാവൽ നിന്നേ മതിയാവൂ. 2 കണ്ണ് എന്ന് പറയുന്നത് എല്ലാം കാണാൻ വേണ്ടിയിട്ടുള്ളതല്ല, നന്മ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. നല്ലത് കാണാൻ പരിശ്രമിക്കേണ്ടതാണ്. 2 കാതുകൾ ഭൂമുഖത്തുള്ള എല്ലാം കേൾക്കാനുള്ളതല്ല, നന്മ കേൾക്കാനുള്ളതാണ്. നാവ് എല്ലാം പറയാനുള്ളതല്ല, നന്മ പറയാനുള്ളതാണ്. അതുകൊണ്ട് ആത്മീയ പിതാക്കന്മാർ പറയുന്നു, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫിൽറ്ററിങ് ഫാക്കൽറ്റി, അരിച്ച് എടുക്കേണ്ട കഴിവുകളാണ്. അതായത് എല്ലാമെല്ലാം നന്മ മാത്രം സ്വീകരിക്കുവാനായിട്ട്, നമ്മുടെ നന്മയ്ക്കും അപരൻ്റെ നന്മയ്ക്കും ഞാൻ സാംശീകരിക്കേണ്ട നന്മകൾ മാത്രം സാംശീകരിക്കാനായിട്ട് ദൈവം തന്ന കഴിവുകളാണ് എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ, ഫിൽറ്ററിങ് ഫാക്കൽറ്റി. അങ്ങനെയെങ്കിൽ ഈ പഞ്ചേന്ദ്രിയങ്ങളെ ശ്രദ്ധയോടെ സൂക്ഷിക്കേണ്ട കടമയും ബാധ്യതയും നമുക്കുണ്ട്. ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നാണ് നാവ്. നാവിനെക്കുറിച്ച് ബൈബിൾ ആദ്യാവസാനം വളരെ ഗഹനമായി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം പറയുന്നത് നാവ് തീയാണ് എന്ന്. നാവ് തീയാണ്. പ്രിയപ്പെട്ടവരെ, തീ നല്ലതാണ്. പക്ഷേ ഈ തീ കാട്ടുതീയിടാനും അന്യൻ്റെ പെര കത്തിക്കാനും ഒക്കെയായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് അപകടകരമായി ഒന്നായിട്ട് മാറുന്നു. അതുകൊണ്ട് നാവിൻ്റെ വിശുദ്ധി പരമപ്രധാനമാണ്. ഒരു വ്യക്തിയുടെ ആന്തരിക സൗന്ദര്യം പ്രകടമാകുന്നത് നാവിലൂടെയാണ്. ഒരു വ്യക്തിയുടെ മഹത്വം അളക്കുന്ന അളവുകോല് നാവിൻ്റെ അഭിഷേകമാണ്. ഒരു വ്യക്തിയുടെ കൃപയുടെ നിറവ് തിരിച്ചറിയുന്നത് നാവിലൂടെയാണ്. അതുകൊണ്ട് നാവ് സംസാരശേഷി മഹത്തരമായ ഒന്നാണ്. എൻ്റെ സ്നേഹിതരെ, സുഭാഷിതങ്ങളുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 23-ാം തിരുവചനം പറയുന്നത്, കള്ളം പറയുന്ന അധരങ്ങൾ കർത്താവിന് വെറുപ്പാണ്. ഈ ഒരു വചനത്തെക്കുറിച്ച് നമുക്ക് അല്പസമയം ധ്യാനിക്കാം. എന്തുകൊണ്ടാണ് കള്ളം പറയുന്ന അധരങ്ങൾ കർത്താവ് വെറുക്കുന്നത്? അങ്ങനെയെങ്കിൽ എന്താണ് കള്ളം? കള്ളം എന്ന് പറയുന്നത് അസത്യമാണ്. സത്യമല്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ സത്യം കുറച്ചോ ഭാഗികമായോ പൂർണ്ണമായി ഒഴിവാക്കി മറ്റൊരു കാര്യത്തെ മറിച്ചു പറയുന്നതാണ് കള്ളം. മറ്റൊരു വാക്കിൽ അസത്യം. അസത്യത്തിൻ്റെ എതിര് സത്യമാണ്. അങ്ങനെ സത്യം പറയുക എന്ന് പറഞ്ഞാൽ
ഒരു യാഥാർത്ഥ്യത്തെ അതുപോലെ തന്നെ കുറവില്ലാതെ അവതരിപ്പിക്കുന്നതാണ് സത്യം പറയുക എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു യാഥാർത്ഥ്യമേ ഉള്ളൂ. ആ യാഥാർത്ഥ്യം ഏതാ? ദൈവമാണ്. അതുകൊണ്ട് തന്നെ സത്യം പറയാതിരിക്കുകയും കള്ളം പറയുകയും ചെയ്യുമ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത് ദൈവത്തിനെതിരെ നിൽക്കുക എന്നതാണ്. നമുക്കറിയാം, പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് യേശു ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ക്രിസ്തു പറഞ്ഞു, ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവനാണ്, സത്യത്തിൽ നിന്നുള്ളവൻ എന്നെ അറിയുന്നു. ഉടനെ പീലാത്തോസിന് ചോദ്യം, സത്യം എന്താകുന്നു എന്ന് ചോദിച്ചു. എന്നിട്ട് ഉത്തരത്തിന് കാത്തു നിൽക്കാതെ പുറത്തുനിന്ന യഹൂദരോട് സംസാരിക്കാനായിട്ട് പുറത്തേക്ക് പോയി. അതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം പീലാത്തോസ് അർഹിക്കുന്നില്ല എന്നറിയുന്ന കർത്താവ് പറഞ്ഞില്ല എന്താണ് സത്യം എന്നുള്ളത്. പക്ഷെ സത്യം എന്താണെന്ന് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ സത്യം എന്താണെന്ന് ക്രിസ്തു കൃത്യമായി പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. അങ്ങനെയെങ്കിൽ സത്യം എന്ന് പറയുന്നത് ദൈവമാണ്. സത്യം പറയുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ പ്രഘോഷിക്കുക എന്നതാണ്. അതുകൊണ്ട് സത്യത്തിനെതിരെ പറയുക അല്ല കള്ളം പറയുക എന്ന് പറഞ്ഞാൽ ദൈവത്തിനെതിരെ പ്രവർത്തിക്കുക എന്നാണ്. അത് ചെറുതോ വലുതോ ആകട്ടെ. ഇന്ന് നമ്മൾ കാണുന്നുണ്ട്, ചിലർ പറയാറുണ്ട്, ഇത് കുഞ്ഞു കള്ളമല്ലേ. ഒരു കുഞ്ഞു കള്ളം പറയുന്ന വ്യക്തിയാണ് ഏറ്റവും അപകടകാരി. കാരണം ചെറിയ കാര്യത്തിനും കള്ളം പറയുന്ന വ്യക്തി എത്രയോ വലിയ കാര്യങ്ങൾക്ക് എത്രയോ വലിയ കള്ളം പറയാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞു ശീലിക്കണം. സത്യമേ പറയാവൂ. കള്ളം പറയുമ്പോൾ അവൻ ദൈവത്തിന് എതിർ നിൽക്കുന്നു. ദൈവത്തിന് നിൽക്കുന്ന വ്യക്തി തിന്മയാണ്, പിശാചിൻ്റെ പണി ചെയ്യുന്നവനാണ്. അതുകൊണ്ട് തന്നെ ആ കളവിനെ, ആ അസത്യത്തെ കർത്താവ് വെറുക്കുന്നു. അതുകൊണ്ടാണ് കള്ളം പറയുന്ന അധരങ്ങൾ കർത്താവിന് വെറുപ്പാണ് എന്ന് വചനം പറയുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ തുടർച്ച നമ്മൾ കാണുന്നത് പ്രഭാഷ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 28-ാം തിരുവചനമുണ്ട്. ആ വചനം ഇങ്ങനെയാണ്: മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്, ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. ഇങ്ങനെ ഒരു കവിതാശകലം ഞാൻ ഓർത്തു വച്ചിട്ടുണ്ട്. നന്മയ്ക്കു വേണ്ടി നീ നേർവഴിയിൽ നിന്ന് ധർമ്മയുദ്ധം ചെയ്ത് തോറ്റുപോയാൽ പോകട്ടെ, ആ തോൽവി തന്നെ ജയമെന്ന് ലോകം കടശിയിൽ സമ്മതിക്കും. സത്യം പറയുമ്പോൾ നഷ്ടം വരാം, സത്യം പറയുമ്പോൾ വേദനിക്കാം, സത്യം പറയുമ്പോൾ ലോകം ശത്രുവായി മാറാം, സത്യം പറയുമ്പോൾ നഷ്ടങ്ങൾ സംഭവിക്കാം. പക്ഷേ സത്യം പറയുന്നവൻ ദൈവത്തെ പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത്. സത്യം പറയുന്നവൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഗാഗുൽത്തായിൽ യേശുവിനെ കുരിശിൽ തറയ്ക്കുവാനായിട്ട് നേതൃത്വം കൊടുത്ത ശതാധിപൻ താഴ്ന്നു പറഞ്ഞത് സത്യമായും അവൻ ദൈവപുത്രനായിരുന്നു എന്നാണ്. അവൻ്റെ ഉദ്ധാനം കണ്ടിട്ടല്ല പറഞ്ഞത്, അവൻ്റെ മഹത്വം കണ്ടിട്ടല്ല പറഞ്ഞത്. കുരിശേൽ സത്യത്തിനു വേണ്ടി അവൻ പിടഞ്ഞു മരിക്കുന്നത് കണ്ടിട്ടാണ് പറഞ്ഞത് സത്യമായും അവൻ ദൈവപുത്രനായിരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, കള്ളം പറയരുതേ, കളവ് പറയരുതേ. ജീവിതത്തിൽ നഷ്ടം സംഭവിച്ചാലും വേദനകൾ വന്നാലും ലോകം എതിർ നിന്നാലും ആരൊക്കെതിരായാലും സത്യം പറയണം, സത്യമേ പറയാവൂ. സത്യം പറയുമ്പോൾ ക്രിസ്തു കൂടെ നിൽക്കും. അസത്യം പറയുമ്പോൾ ദൈവത്തിനെതിരെ നാം നിന്നു പോകും എന്ന് നമ്മൾ സത്യമായി തിരിച്ചറിയണം. നമ്മൾ യേശുവിൻ്റെ ജനനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന നോമ്പ് കാലഘട്ടത്തിലാണ്. വിവിധങ്ങളായ രീതിയിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. ഇന്ദ്രിയ നിഗ്രഹങ്ങൾ ശീലിക്കുന്നുണ്ട്. നോമ്പുകൾ പല വിധത്തിൽ നാം സ്വീകരിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഒരു പുതിയ നോമ്പിൻ്റെ രീതി അച്ഛൻ ഒന്ന് പറഞ്ഞു നോക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ യേശുവിൻ്റെ ജനനനാൾ വരെ, ക്രിസ്മസിൻ്റെ ദിവസം വരെ ഞാൻ ചെറുതോ വലുതോ ആയ ഒരു കളവും ഞാൻ പറയില്ല എന്ന് നമുക്കൊരു നോമ്പെടുക്കാനാകുമോ? അച്ഛനിത് പറയുമ്പോൾ നമ്മൾ കളവ് പറയുന്നവരാണ് എന്ന് അതിൽ അർത്ഥമില്ല. എങ്കിലും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ കളവ് പറഞ്ഞു പോകുന്നുണ്ട്. വളരെ ചെറിയ കാര്യങ്ങൾക്കും ഒരുപക്ഷെ
ഗൗരവമായ കാര്യങ്ങൾക്കൊക്കെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കളവ് പറഞ്ഞു പോകുന്നുണ്ട്. ഇതൊരു നിഷ്ഠ വെച്ച് ഒരു നോമ്പായി നമുക്ക് എടുക്കാൻ പറ്റുമോ? ക്രിസ്മസ് വരെയും ഇനി ഞാൻ കളവ് പറയില്ല എന്ന് നമുക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുമോ? അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ ക്രിസ്മസ് കഴിഞ്ഞ് എനിക്ക് കള്ളം പറയാം എന്ന് അതിനർത്ഥവുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 25 നാളുകൾ ഞാൻ ആരുടെയും കുറ്റം പറയില്ല, ഞാൻ കളവ് പറയില്ല, ഞാൻ ചീത്ത പറയില്ല, എൻ്റെ നാവിനെ ഞാൻ ശുദ്ധിയിൽ സൂക്ഷിക്കും എന്ന് നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റിയാൽ അത് വലിയ കൃപയുടെ സമ്മാനമായി നമ്മളിൽ വന്നു ഭവിക്കും എന്ന് മറന്നു പോകരുത്. വ്യർത്ഥ ഭാഷണത്തെ വെറുക്കുന്നവൻ തിന്മയിൽ നിന്നും ഒഴിഞ്ഞിരിക്കും. ഒരു നിമിഷം നമുക്കൊന്ന് ധ്യാനിച്ചു നോക്കാം. ദിവസങ്ങളെല്ലാം എത്രയോ വ്യർത്ഥ ഭാഷണം നടത്തുന്നവരാണ് നമ്മൾ. അനാവശ്യമായി സംസാരിക്കുന്നു, അഭിഷേകമില്ലാതെ സംസാരിക്കുന്നു, അതുപോലെ തന്നെ ആവശ്യമില്ലാതെ സംസാരിക്കുന്നു. സംസാരശേഷി ഭൂമുഖത്തില്ലാത്തൊരു എത്രയോ പേരുണ്ട്. മരണത്തിനു മുമ്പ് ദൈവമേ എന്നൊന്ന് വിളിക്കുവാനായിട്ട് എനിക്ക് കൃപ നൽകണമേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന സംസാരശേഷി ഇല്ലാത്തൊരു ഭൂമുഖത്ത് ലക്ഷങ്ങളോളമുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഈ നാവ്, ഈ സംസാരശേഷി അത് ദൈവം നമുക്ക് നൽകിയ ദാനവും സമ്മാനവുമാണ്. അതുതന്നെയാണ് പൗലോസ്ലീഹ കൊറിന്തോസ് ലേഖനത്തിൽ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ചോദിക്കുന്നുണ്ട്, വിശേഷവിധിയായി നിനക്കെന്ത് മഹാത്മ്യമാണുള്ളത്? വളരെ കരുതലോടുകൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന വചനമാണിത്. പൗലോസ്ലീഹ, വിശേഷവിധിയായി നിനക്കെന്ത് മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട്? എന്ന് പ്രിയപ്പെട്ടവരെ, സത്യമാണത്. ദാനമായി ലഭിച്ചതല്ലാതെ നമുക്കൊന്നുമില്ല. എല്ലാം ദാനമാണ്. നമ്മുടെ ഭൗതിക വസ്തുക്കളൊക്കെ നിൽക്കട്ടെ, നമ്മുടെ ശരീരത്തെക്കുറിച്ചൊന്നും തന്നെ ചിന്തിച്ചു നോക്കിക്കോ. കണ്ണില്ലാത്തവർ ഭൂമുഖത്തുണ്ട്, കാത് കേൾക്കാത്തവർ ഭൂമുഖത്തുണ്ട്, 2 കരങ്ങളില്ലാത്തവർ ഭൂമുഖത്തുണ്ട്, 2 കാലുകൾ ഇല്ലാത്തവർ ഭൂമുഖത്തുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരം തന്നെ ദൈവമഹത്വത്തിന് സമർപ്പിക്കേണ്ട ഒന്നാണ് എന്ന് നമുക്ക് മറന്നു പോകാതിരിക്കാം. ഞാൻ ഓർക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പ് ഒരു അനാഥ മന്ദിരത്തിൽ ഈ അച്ഛൻ പോവുക പതിവായിരുന്നു. അവിടെ ജീവൻ എന്നു പേരുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. 2 കാലുകളുമില്ലാത്ത ഒരു പയ്യൻ. അവൻ നിരങ്ങിയാണ് സഞ്ചരിക്കുക. എല്ലാവരുടെ അടുത്ത് അവൻ നിരങ്ങിയെത്തും. എന്നിട്ട് പുഞ്ചിരിയോടുകൂടി അവനെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ അവൻ സഹായം ചെയ്തു കൊടുക്കും. ഒരു നാൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ ജീവൻ എന്നോട് പറഞ്ഞു, ബെന്യച്ചാ, ഇനി ഞാനിന്ന് വളരെ സന്തോഷവാനാണ്. അവൻ്റെ മുഖം വളരെ പ്രസന്നമായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താ നിനക്ക് സന്തോഷത്തിന് കാരണം? ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടച്ചാ. ഞാൻ ചോദിച്ചു, എന്താ സ്വപ്നം കണ്ടത്? എനിക്ക് 2 കാലും വന്നു, എന്നിട്ട് 2 കാലിൽ ഞാൻ എണീറ്റ് നിന്നു എന്ന് ഞാൻ സ്വപ്നം കണ്ടു. 2 കാലിൽ എണീറ്റ് നിന്നു എന്ന് സ്വപ്നം കണ്ട് ആനന്ദിക്കുന്ന കാലില്ലാത്തൊരു പയ്യൻ്റെ സന്തോഷം ഞാൻ ഉള്ളിൽ ഒപ്പിയെടുത്തു. എന്ന് പ്രിയപ്പെട്ടവരെ, എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം ഈ കൊച്ച് പയ്യൻ്റെ മരിക്കുന്നതിന് മുമ്പ് ഏറ്റവും വലിയ ആഗ്രഹം അവനൊന്ന് എണീറ്റ് നിൽക്കണമെന്ന, 2 കാലിൽ ഒന്ന് എണീറ്റ് നിൽക്കണമെന്ന്. എന്ന് പ്രിയപ്പെട്ടവരെ, സംസാരശേഷിയില്ലാത്ത വ്യക്തിയുടെ ആഗ്രഹം എന്താ? സന്തോഷത്തോടെ സ്വരമുയർത്തൊന്ന് സംസാരിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. കണ്ണില്ലാത്തവൻ്റെ ആഗ്രഹം എന്താ? ഈ ഭൂമുഖത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ എനിക്ക് ഒരു നിമിഷമെങ്കിലും കാഴ്ച ലഭിക്കണം. അങ്ങനെയെങ്കിൽ ഈ സംസാരത്തിൻ്റെ നാവിൻ്റെ വില നിനക്കറിയാവോ? ഈ നാവിൻ്റെ വില അറിയാവോ? അത് ഒരു നാൾ സംസാരശേഷി ഇല്ലാതെ നഷ്ടപ്പെട്ടു പോയാലും അതിൻ്റെ വേദന നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സംഭാഷണം ഇപ്പോൾ ശുദ്ധിയുള്ളതായിരിക്കണം. വ്യർത്ഥ ഭാഷണത്തെ വെറുക്കണം. വചനം പറയുന്നു, വ്യർത്ഥ ഭാഷണത്തെ വെറുക്കുന്നവൻ തിന്മയിൽ നിന്നും ഒഴിഞ്ഞിരിക്കും. കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കരുത്. ചിലരുടെ ശൈലി അതാണ്. കേൾക്കുന്നതൊന്നും മനസ്സിലിരിക്കുകയില്ല, അതിങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. അതുകൊണ്ട് വചനം പറയുന്നുണ്ട്, പ്രഭാഷ പുസ്തകത്തിൻ്റെ 21-ാം അധ്യായത്തിലെ വചനം ഇങ്ങനെ പറയുകയാണ്, ഭോഷന്റെ മനസ്സ് വായിലും ബുദ്ധിമാന്റെ വായ് മനസ്സിലുമാണ്. ഉള്ളിലൊന്നും ഇരിക്കാത്തവനെക്കുറിച്ചും വേണ്ടത് ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടതുമായ വ്യക്തികളെക്കുറിച്ചുള്ള വചനമാണിത്. ഭോഷന്റെ മനസ്സ് വായിലും ബുദ്ധിമാന്റെ വായ് മനസ്സിലുമാണ്. പ്രിയപ്പെട്ട, ചിലർക്ക് ഒന്നും മനസ്സിലിരിക്കില്ല. ചില ഗൗരവമായ കാര്യങ്ങൾ ഒരുപക്ഷെ അതിന് നന്മയ്ക്ക് വേണ്ടിയോ സ്വയം നന്മയ്ക്ക് വേണ്ടിയോ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയോ രഹസ്യമായി സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പോലും മനസ്സിലിരിക്കില്ല. അത് കാണുന്ന എല്ലാവരോടും വിളമ്പി പോവുക, എങ്കിലേ സ്വസ്ഥതയുണ്ടാവുകയുള്ളൂ. വചനം പറയുന്നു,
കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കരുത്. മിത്രത്തോടായാലും ശത്രുവിനോടായാലും കേട്ടത് പറയരുത്. കേട്ട കാര്യം നിന്നോടത്ത് മരിക്കട്ടെ, ധൈര്യമായിരിക്കുക, നീ പൊട്ടിത്തെറിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങൾ രഹസ്യ സ്വഭാവമുള്ളതും സ്വയവും ഇതര വ്യക്തിയുടെ നന്മയ്ക്ക് ആവശ്യമായ ചില രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടതുള്ളത് മനസ്സ് തന്നെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് വിവേകവും കഴിവും കൃപയും ഉള്ള വ്യക്തിയാവണം. അതുകൊണ്ടാണ് ഈ വചനം വീണ്ടും ഓർത്തു വെക്കാം. ഭോഷന്റെ മനസ്സ് വായിലും ബുദ്ധിമാന്റെ വായ് മനസ്സിലുമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാവിനെ വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ നാവിലാണ് നാം ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. ഈ നാവ് കൊണ്ടാണ് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്നത്. ഈ നാവ് കൊണ്ടാണ് നമ്മൾ നന്മയും അതുപോലെ തന്നെ പ്രാർത്ഥനകളും ഉരുവിടുന്നത്. അതാണ് യാക്കോസ്തലയുടെ ലേഖനം നമ്മൾ കാണുന്നത്. ഒരേ നാവിൽ നിന്ന് ഇത് രണ്ടും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വചനം പങ്കുവയ്ക്കുന്ന, പ്രാർത്ഥിക്കുന്ന, നന്മ സംസാരിക്കുന്ന, കർത്താവിനെ സ്വീകരിക്കുന്ന നാവ് എപ്പോഴും വിശുദ്ധിയിലും ശുദ്ധിയിലും സൂക്ഷിക്കാൻ സാധിക്കണം. അതുകൊണ്ട് അഭിഷേകത്തിന് നാവ് കൊണ്ട് സംസാരിച്ചാൽ അത് അതുപോലെ തന്നെ അച്ചട്ടായി സംഭവിക്കും. നാവിനെ വിശുദ്ധി സൂക്ഷിക്കാം. അതുകൊണ്ട് എന്നും നാം നാവിനെക്കുറിച്ച് ആത്മശോധന ചെയ്യണം. എൻ്റെ സംസാരം ഇന്ന് അഭിഷേകത്തിൻ്റെ സംസാരമായിരുന്നു, എൻ്റെ സംസാരം ഇന്ന് ശുദ്ധിയുടെ സംസാരമായിരുന്നു. വചനം പറയുന്നു, സങ്കീർത്തനം 141:3, കർത്താവേ എൻ്റെ നാവിനെ കടിഞ്ഞാണിടണമേ, എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ. പ്രഭാഷ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 27-ാം തിരുവചനം എന്നും നമുക്ക് ഹൃദയത്തിലും നാവിലും ഉരുവിടാവുന്ന ഒരു വചനമാണ്. പ്രഭാതത്തിലും പ്രദോഷത്തിലും ആവർത്തിച്ച് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാവുന്ന വചനമാണിത്. എൻ്റെ വായ്ക്ക് കാവൽക്കാരനും എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിന് മുദ്രയും ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ വീഴുകയോ നാവ് മൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. നമ്മുടെ കോട്ടകളിലൊന്നായ നാവിനെ കാവലേർപ്പെടുത്താം. നാവിലൂടെ തിന്മ കടന്നു വരാതിരിക്കട്ടെ. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുക. അതുകൊണ്ട് നാവിനെ വിശുദ്ധീകരിക്കുമ്പോൾ അടിസ്ഥാനപരമായി ഹൃദയത്തെയാണ് വിശുദ്ധീകരിക്കേണ്ടതെന്ന് മത്തായി സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായത്തിൽ നാം കാണുന്നു. പുറമേ നിന്ന് വരുന്ന ഒന്നല്ല, ഉള്ളിൽ നിന്ന് വരുന്ന ഒന്നാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. അതുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നാവിനെ വിശുദ്ധീകരിക്കണമേ നാഥ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, നിന്റെ തിരുവചനത്തിൻ്റെ അഭിഷേകത്തിന് മുമ്പിൽ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സംസാരശേഷി അങ്ങ് തന്ന വലിയ ദാനമാണെന്ന് തിരിച്ചറിയുന്നു. നന്മ പറയുവാനും നന്മ പങ്കുവയ്ക്കുവാനും അന്യനെ അഭിഷേകത്തിലെത്തിക്കുവാനും അവിടുന്ന് നൽകിയ സംസാരശേഷിയെ മലിനപ്പെടുത്തിയ നിമിഷങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു. കള്ളം പറഞ്ഞു, അശുദ്ധി സംസാരിച്ചു, അശ്ലീലം പറഞ്ഞു, സത്യത്തെ കുറച്ചു പറഞ്ഞു, വ്യർത്ഥഭാഷണം നടത്തി, കുറ്റപ്പെടുത്തലുകൾ നടത്തി, നിരവധിയായ കുറ്റങ്ങൾ പറഞ്ഞു. അങ്ങനെ നാവിനെയും ഹൃദയത്തെയും അശുദ്ധിയിലേക്ക് എത്തിച്ചു. ദൈവമേ, അഭിഷേകത്തോടെ മാത്രം സംസാരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. വചനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, വിലകെട്ടത് പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവുപോലെയാകും. ജെറമ്യായുടെ പുസ്തകത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുവചനം ഞങ്ങൾക്ക് അഭിഷേകമായി മാറട്ടെ. പ്രാർത്ഥിക്കുവാനും ക്രിസ്തുബലിയിൽ പങ്കുചേരുവാനും അങ്ങ് സ്വീകരിക്കുവാനും ഉപയോഗിക്കുന്ന ഈ നാവിനെ എന്നും വിശുദ്ധി സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.